പാകിസ്ഥാൻ ഇന്നലത്തെ അതേ സ്ട്രാറ്റജി പുലർത്തുകയാണ്. രജൌരി, ഉറി, അതുപോലെ തന്നെ ബരാമുള്ള മേഖലകളിലൊക്കെ, പൂഞ്ചടക്കമുള്ള മേഖലകളിലൊക്കെ കനത്ത ആർട്ടിലറി ഷെല്ലിംഗ് നടക്കുകയാണ്. അതേസമയം തന്നെ മറ്റിടങ്ങളിലേക്ക്, ഗുജറാത്ത് മുതൽ ജമ്മു കാശ്മീർ വരെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പാകിസ്ഥാൻ ഡ്രോൺ അയച്ചിരിക്കുന്നു എന്നാണ് വിവരം. എല്ലായിടത്തും ഡ്രോണുകൾ തകർന്നിട്ടുണ്ട്. കച്ചിൽ മാത്രം 11 ഡ്രോണുകളാണ് തകർന്നിട്ടുള്ളത്. അട്ടാരിയിലും ഡ്രോൺ ആക്രമണമുണ്ട്. പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ പത്താൻകോട്ടിലും അതുപോലെ തന്നെ ഫിറോസ്പൂരിലും ഡ്രോൺ എത്തിയിട്ടുണ്ട്. ഭുജിലും കച്ചിലും ഡ്രോണുകൾ എത്തിയിരുന്നു. ശ്രീനഗറിൽ ബ്ലാക്ക് ഔട്ടാണ്. രാജസ്ഥാനിൽ ജയ്സാൽമീറിലും പൊക്രാനിലും ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇന്നും പാകിസ്ഥാൻ, ഇന്നലത്തെ അത്രയും ഇന്റൻസിറ്റി ഇല്ലെങ്കിൽ പോലും ഇന്നും പാകിസ്ഥാൻ ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമ മേഖല ഉല്ലംഘിച്ചുകൊണ്ട് എത്തിച്ചു. അവ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം അലർട്ടായിരുന്നു. ഇന്ത്യയുടെ ഇൻഡിജീനസ് ആയി വികസിപ്പിച്ചെടുത്ത, തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ ആകാശ് സിസ്റ്റം, അതുപോലെ തന്നെ ബരാക് മിസൈലുകൾ, ഒപ്പം ഇന്ത്യയുടെ റഷ്യൻ നിർമ്മിതമായ S-400, അങ്ങനെ ഇന്ത്യയുടെ സംയോജിതമായ മിസൈൽ പ്രതിരോധ സിസ്റ്റം അലേർട്ടായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യൻ ഭൂഭാഗത്ത് ഒരു ഡാമേജും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഇതുവരെ ഉള്ള വിവരങ്ങളിൽ നിന്ന് പറയാൻ കഴിയുക. അർജുൻ പീതാംബരൻ തുടരുന്നുണ്ട്. അർജുൻ, പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇന്നത്തെ പ്രകോപനം അവസാനിച്ചു എന്ന് വേണമോ ഇപ്പോഴത്തെ നിലയിൽ കരുതാൻ? ഒരേ സമയത്താണോ ഈ ഭുജ് മുതൽ ജമ്മു കാശ്മീർ വരെ, ഗുജറാത്ത് മുതൽ ജമ്മു കാശ്മീർ വരെയുള്ള ഇന്ത്യൻ ഭൂഭാഗങ്ങളിലേക്ക് ഒരേ സമയത്താണോ പാകിസ്ഥാൻ ഡ്രോൺ അയച്ചത്? അഭിലാഷ്, നിമിഷങ്ങളുടെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് 8:30 മുതൽ തുടങ്ങി 8:45, 8:50, ഈ പറയുന്ന 20 മിനിറ്റിനകത്ത് തന്നെ ഈ പറയുന്ന മേഖലകളിലെല്ലാം ഡ്രോണുകൾ എത്തിയിരുന്നു. അതിൻ്റെ തുടക്കം 8:30 എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതായത് നിമിഷങ്ങളുടെ ഇടവേളയിൽ തന്നെ ഗുജറാത്ത് മുതൽ ജമ്മു കാശ്മീർ വരെ ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്. ഞാൻ ആ സ്ഥലപ്പേരുകൾ ഒന്നുകൂടി പറയാം. ഗുജറാത്തിൽ എത്തിയിരിക്കുന്നത് കച്ച് മേഖലയിലാണ്. മുകളിലോട്ട് രാജസ്ഥാനിൽ ജയ്സാൽമേറിലും അതുപോലെ തന്നെ പോഖ്രാനിലും എത്തി. പഞ്ചാബിൽ ഫിറോസ്പൂരിലും പത്താൻകോട്ടിലും ഒപ്പം തന്നെ അമൃത്സറിലും അട്ടാരി അതിർത്തിയിലും എത്തി. ജമ്മു കാശ്മീരിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജമ്മുവിലും എത്തി, അതുപോലെ തന്നെ സാംബ മേഖലയിലും എത്തി. അതിന് പുറമെ ആർട്ടിലറി ഫയറിംഗ്, അതുപോലെ ഷെല്ലിംഗ് പല മേഖലകളിലും, രജൌരി, പൂഞ്ച് പോലുള്ള മേഖലകളിൽ, കുപ്വാര മേഖല, അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ ചിലയിടങ്ങളിൽ ഭുജിലുമെല്ലാം തന്നെ ഈ ഷെല്ലിംഗ്, ആർട്ടിലറി ഫയറിംഗ് ഉണ്ടായിരുന്നു. പഞ്ചാബിൻ്റെ ചില അതിർത്തി പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. ആ പ്രകോപനം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. അവസാനം എന്നുള്ള ഒരു കാര്യം പാകിസ്ഥാൻ എടുക്കുന്ന തീരുമാനമാണ്. ഇപ്പോൾ അവർ കൂടുതൽ ഡ്രോണുകൾ അയക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ തിരിച്ചടിക്കേണ്ടി വരും, അതായത് ചെറുത്ത് നിൽക്കേണ്ടി വരും. പക്ഷേ എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ഷെല്ലിങ്ങോ ആർട്ടിലറി വെടിവെപ്പോ ഡ്രോണുകളോ വരുന്നില്ല എന്നുള്ള കാര്യം തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള പുതിയ റിപ്പോർട്ടുകളില്ല. ബ്ലാക്ക് ഔട്ട് പക്ഷേ നാളെ രാവിലെ വരെ തുടരും. അത് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമാണ്. ഇന്നലെയും സമാനമായിരുന്നു. ഇന്നലെ ഈ ഡ്രോൺ ആക്രമണം നീണ്ടുനിന്നത് ഏകദേശം അരമണിക്കൂറാണ്. അതിനുശേഷം ഇന്ത്യ തിരിച്ച് പാകിസ്ഥാൻ്റെ 4 നഗരങ്ങൾ ആക്രമിക്കാൻ ഡ്രോണുകളെ, അതായത് ആയുധങ്ങൾ ഘടിപ്പിച്ച ഡ്രോണുകളെ വിട്ടിരുന്നു. പക്ഷേ ഇന്നലെ ഈ ആക്രമണത്തിന് ശേഷം ഇന്ന് പുലർച്ചെ വരെയും ഈ നഗരങ്ങളിലെല്ലാം ബ്ലാക്ക് ഔട്ട് നീണ്ടു നിന്നിരുന്നു. ഇന്നും സമാനമായിട്ടുള്ള രീതിയിൽ ബ്ലാക്ക് ഔട്ട് തുടരാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്കാണ് കേന്ദ്രവും അതുപോലെ തന്നെ പ്രതിരോധ വൃത്തങ്ങളും പ്രതിരോധ മന്ത്രാലയവും പോയിരിക്കുന്നത്. അത് ജനങ്ങളുടെ സുരക്ഷയെ മാനിച്ച് തന്നെയാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ അതിർത്തിയിൽ ഷെല്ലിംഗ് ഉണ്ടാകുമ്പോഴും അവിടെയുള്ള പ്രദേശവാസികളെ നമ്മൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക്, ക്യാമ്പുകളിലേക്കും അതുപോലെ തന്നെ ബങ്കറുകളിലേക്കും, താൽക്കാലിക ബങ്കറുകളിലേക്കും എല്ലാം തന്നെ മാറ്റിയിരുന്നു. അതുകൊണ്ട് ആൾനാശം ഒന്നും തന്നെ ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. നിലവിൽ യുദ്ധമുഖത്ത് മരണവുമായി മല്ലിട്ട്, അല്ലെങ്കിൽ യുദ്ധമുഖത്ത് ആക്രമണത്തെ നേരിട്ട് വലിയ രീതിയിലുള്ള വെടിവെപ്പ് ഏറ്റുവാങ്ങുകയും അതുപോലെ തന്നെ ശക്തമായ തിരിച്ചടിയും നൽകുകയും ചെയ്തത് നമ്മുടെ ജവാന്മാരാണ്, സൈനികരാണെന്ന് പറയേണ്ടി വരും. ആ ഒരു രീതിയിലുള്ള പ്രകോപനം ഉണ്ടായിരുന്നു. അതിപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. പാകിസ്ഥാൻ തന്നെ ഇനി വരും മണിക്കൂറുകൾ ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ്, പാകിസ്ഥാനെ സംബന്ധിച്ചും. കാരണം പാകിസ്ഥാൻ കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടായാൽ മാത്രമായിരിക്കും തിരിച്ചിനി ഇന്ത്യ ഡ്രോണുകൾ അയച്ച് വീണ്ടും അവിടെ ഒരു ആക്രമണ ശ്രമം കൂടി നടത്തുക എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യ ഇതുവരെയും തിരിച്ചൊരു പ്രത്യാക്രമണത്തിന് മുതിർന്നിട്ടില്ല. അതിന് കാരണം പാകിസ്ഥാന്റെ ശ്രമം, അവരുടെ തീവ്രത കുറവായിരുന്നു. അതിനോടൊപ്പം തന്നെ എല്ലാം തകർത്തുകളയാൻ ഇന്ത്യക്ക് ഇതിനോടകം സാധിച്ചിട്ടുണ്ട്.